പഴുത്തുകൊണ്ട് ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. ഇതിന്റെ വിത്ത് നല്ല പാകമായ വിത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഞെങ്ങുന്ന പഴമായിരിക്കണം. ഓ ശരി. കായ്കൾ മാറ്റി കഴിയുമ്പോൾ ഷേപ്പ് ഇതാണ്. സ്പൂൺ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ വണ്ണപ്പുറം പഞ്ചായത്തിലെ കള്ളിപ്പാറ വാൽപ്പാറ എന്ന സ്ഥലത്താണ്. ശ്രീ മനോജിന്റെ വീട്ടുമുറ്റത്തെ ഗാഗ് ഫ്രൂട്ട് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എത്ര നാളായി? ഇതൊരു 3 വർഷത്തോളമായി സാറേ. ഇത് അങ്കമാലിയിലുള്ള ജോജോ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇതിന്റെ വിത്ത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് വിത്ത് ഇങ്ങനെ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അതിവിടെ നട്ട ശേഷം ഒരു 2 മാസത്തോളം എടുത്ത് ഇതിന്റെ വിത്ത് പാകിയ ശേഷം മുളച്ച് വരാന്. അതിനുശേഷം ഒരു 5-8 മാസത്തോളം ഇത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുകയും ഇതിൽ നിന്നും ആൺപൂവും പെൺപൂവും അങ്ങനെ 2 ചെടികളിലാണ് ഇത് ഉണ്ടാകുന്നത്. അതിൽ പെൺചെടിയില് ആൺപൂവിന്റെ പൂമ്പൊടി കൊണ്ട് നമ്മൾ പരാഗണം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നല്ല ആകൃതിയിലുള്ള പരാഗണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കായിട്ടും അല്ലാതെയും ഉണ്ടാകും. ആൺചെടിയും പെൺചെടിയും അടുത്ത് നിൽക്കുകയാണെങ്കിലും ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇതില് ഇങ്ങനെ പരാഗണം ചെയ്ത് കിട്ടിയ കായിലാണ് ഇങ്ങനെ നല്ല ഷേപ്പോട് കൂടി വലിപ്പമുള്ള കാ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. ഇതൊരു താഴെയൊക്കെ ഉണ്ടല്ലോ. 2 മാസം കൊണ്ട് നന്നായിട്ട് നല്ല ചുവന്ന കളറിൽ പഴമാകും. 3 കളറിലാണ് ഇതിന്റെ പഴം. ഇതിന് ഷേപ്പ് വരുന്നത് തനി പച്ച, പിന്നെ അതുപോലെ തന്നെ മഞ്ഞ കളർ വരും, പിന്നെ നല്ല കളറായുള്ള റെഡ് കളറ് പഴം ഉണ്ടാവും. ഓ ശരി ശരി. ഇപ്പൊ ഈ മരത്തിൽ തന്നെ കുറെ കായ്കളുണ്ടല്ലോ. അതെ അതെ, ഇതെല്ലാം തന്നെ പരാഗണം ചെയ്ത. ഇതൊക്കെ ഒരു 1 കിലോയോളം വരുന്ന കായ്കളായതില്ല. പരാഗണം ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. ഇതാണ് സാറേ ശരിക്കും നല്ല പഴം. ഓ നന്നായിട്ട് പഴുക്കുമ്പോ നല്ല റെഡിഷ് 3 കളറിലാണ് ഇത് വരുന്നത്. ഇതിപ്പോ പഴുത്തുകൊണ്ട് ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. ഇതിന്റെ വിത്ത് നല്ല പാകമായ വിത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഞെങ്ങുന്ന പഴമായിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ വിത്തുകളും ഇതായി കിട്ടത്തില്ല. അപ്പൊ ഇത് നട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോ ഇത് കഴിച്ചു? 8ാമത്തെ മാസം തന്നെ കഴിച്ചു. 8ാമത്തെ മാസം കഴിച്ചു. കഴിച്ചു അല്ലേ? എന്ത് വളം വല്ലതും ഇട്ടോ? വളം നമ്മൾ ഒന്നും തന്നെ ഇട്ടില്ല. പിന്നെ ഈ റബ്ബറിനൊക്കെ ഇടുന്ന കോഴിവളം അങ്ങനെയുള്ള വളങ്ങൾ ഇത് നന്നായിട്ട് വലിച്ചെടുക്കുന്നത്. ഇതാണ് എന്റെ ചോടല്ലേ? പ്രത്യേകിച്ച് വളം ഒന്നും തന്നെ ചെയ്യണ്ട. ശരി. വേനൽക്കാലത്ത് ഒക്കെ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതിന്. ശരി. ഈ പാഷൻ ഫ്രൂട്ട് പടർന്ന് കയറുന്ന പോലെ ഇങ്ങനെ പടർന്ന്. അതെ അതെ അതെ. പന്തലിലാണ് കൊടുക്കേണ്ടത്. ഇത് ഇപ്പൊ ഇങ്ങനെ ഇട്ടത് കൊണ്ട് ഇങ്ങനെ പടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിന് പരിചരണം കൊടുത്തിട്ടുണ്ട്. ഗാഗ് ഫ്രൂട്ടിന് വേറെ എന്തെങ്കിലും വിശേഷണം വല്ലതും ഉണ്ടോ? ഇതിന് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബീറ്റാ കരോട്ടിൻ അങ്ങനെയുള്ള മറ്റുള്ള ഫ്രൂട്ട്സിനെ കഴിഞ്ഞ് കൂടുതലുള്ള ഒരുപാട് സവിശേഷതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തിക്കും ക്യാൻസർ പ്രതിരോധ ശേഷിക്കൊക്കെ ഇതിന് നല്ലതാണെന്നാണ് അതിന്റെ അകത്ത് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലെ പഴം എന്നൊക്കെ പറയാം. അതെ 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 അതെ. അത് പിന്നെ അതുപോലെ യൗവനം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അത് തായ്ലാന്റിലും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ഇത് അവരുടെ ട്രഡീഷണൽ ഫുഡായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശരി. അപ്പൊ അതായത് ഇത് ഏറ്റവും പാകമായ പഴം. അതെ 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 അതെ. ഇത് ആദ്യഘട്ടം ആണോ? ആദ്യഘട്ടം നല്ല പച്ചപ്പാണ്, നല്ല മുകളിലുള്ളതാണ്. ഇതൊരു പകുതിയോളം മൂപ്പായതാണ്. അതെ 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 അതെ. ശരി. ഇതിന്റെ ഇവിടെയൊക്കെ പഴം ഉണ്ടായിരുന്നത് ഓരോരുത്തർക്ക് പറിച്ചു കൊടുക്കുക. ഇപ്പൊ ഏകദേശം എത്രത്തോളം പഴം ഉണ്ടായി? ഇതിലൊരു 50ഓളം പഴങ്ങൾ തന്നെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എത്രത്തോളം കഴിച്ചോ? ഇത്രത്തോളം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. ഇതിപ്പോ ഈ റബ്ബർ മരത്തെ പടർന്ന് പന്തലിച്ച് കിടക്കുക. പെട്ടെന്ന് അത് പടരും. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും പന്തലായിട്ട് എടുക്കണം. നല്ലൊരു ഭംഗിയായി സംഭവം. മാർക്കറ്റിംഗ് അങ്ങനെ മാർക്കറ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിന് വിത്ത് ചോദിച്ചവർക്കെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ചോദിച്ചവർക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിത്തിന് 50 രൂപയോളം വില കൊടുത്ത് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇത് നഴ്സറികളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യക്കാരുണ്ട്. ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഗാഗ് ഫ്രൂട്ട് ഒരെണ്ണം പറിച്ചിട്ട് അതൊന്ന് മുറിച്ച് നോക്കാം. അതെ അതെ. ഇതിന് മധുരപ്പാവൽ എന്ന് പറയാറുണ്ട്. അതെ 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 അതെ. മധുരപ്പാവൽ എന്നൊരു പേര് കൂടി. പാവലിന്റെ ഒരു ഇനമാണ് സാർ. പാവലിന്റെ ഒരു ഇനമാണ്. പക്ഷെ ഇതിന്റെ രൂപമാണ് ഏറ്റവും ഭംഗി. അതെ 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 അതെ. ഇതൊന്ന് വെള്ളമെടുക്ക കെട്ടിട്ടെ. നമ്മള് സാധാരണ പഴങ്ങൾ മുറിക്കുന്ന പോലൊക്കെ തന്നെയാണോ? അതെ അതെ അതെ. വെച്ചാൽ മതിയോ? ഇതാണ് പാവലിന്റെ അതെ 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 വിത്ത് പോലെ തന്നെ വിത്തുകളുണ്ട്. ഒരു പഴത്തിൽ തന്നെ കുറെ വിത്തുകളുണ്ട്. ഇതിൽ 30ഓളം വിത്തുകൾ ഏറ്റവും കുറഞ്ഞു കാണും സാറേ. ഇതിന്റെ ഇത്രയും
ഇത്രയും തൊണ്ടുവട്ടിയുള്ളൂ. ബാക്കി ഈ ഭാഗങ്ങളെല്ലാം ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ്. ശരി. അതെ, ഇതിന്റെ ഈ റെഡ് ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാലും അതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് എന്നിട്ട് ജ്യൂസായിട്ട് അടിച്ച് കഴിക്കുകയും ചെയ്യാം. ജ്യൂസ് ആയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക. അതെ, ജ്യൂസ് ഇത് ഏത് ഫ്രൂട്ട്സിന്റെയും കൂടെ ഇത് മിക്സഡ് ജ്യൂസ് അങ്ങനെ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. അതിന് ഏത് ഫ്രൂട്ടിന്റെ കൂടെയാണോ അതിന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് മാറും ഈ സംഭവം. ശരി. അങ്ങനെയാണ് സംഭവം. അപ്പൊ ഗാഗ് ഫ്രൂട്ട്, അതെ, സ്വർഗത്തിലെ പഴം. തീർച്ചയായിട്ടും ഒരുപാട് ഔഷധ ഗുണമുള്ള, പോഷക ഗുണമുള്ള ഒരു പഴം. അങ്കമാലിയിൽ നിന്ന് കിട്ടി. ഇടുക്കി ജില്ലയിലെ വാൽപ്പാറ എന്ന് പറയുമ്പോൾ വണ്ണപ്പുറം പഞ്ചായത്തിലെ കള്ളിപ്പാറ വാൽപ്പാറയിലെ മനോജന്റെ വീട്ടുകാരെങ്ങനെ തോട്ടത്തിൽ, മനോജ് തോട്ടത്തിന്റെ വീട്ടില് സമൃദ്ധമായുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക്സ് സാർ.